അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ 2 സൈഡ്സിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഡ്രോ ട്രയാങ്കിൾസ് എ ബി പി ബി സി ക്യു സി എ ആർ ഓഫ് ദി സെയിം ഏരിയ വിത്ത് ദ മെഷർമെന്റ്സ് ഗിവൺ എബോ. അതായത് ഇതേ ട്രയാങ്കിളിന്റെ ഏരിയ ഉള്ള 3 വേറെ ട്രയാങ്കിൾ, ഏതൊക്കെ ട്രയാങ്കിൾ തന്നെ എ ബി പി ബി സി ക്യു സി എ ആർ, ഈ 3 ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം? ഈ തന്നിട്ടുള്ള മെഷർമെന്റ്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കുക. ഫസ്റ്റ് ബി എ പി സിക്കൽ 90 ഡിഗ്രി. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി പിയില് ആ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ആണ് ബി എ പി, അതിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എങ്ങനെ? ഇതേ ട്രയാങ്കിൾ ആണ്, അപ്പൊ ബേസ് എ ബി സെയിം ആയിരിക്കണം. പാരലൽ, അതായത് സി എന്ന് പറഞ്ഞ വെർട്ടിസസ് കൂടെ കടന്നു വന്ന് പാരലൽ ലൈൻ വേണം. ഏത്? എ ബിക്ക് പാരലൽ ആയിട്ട് ലൈൻ വേണം. അപ്പൊ നമുക്ക് ഇത് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൺസെപ്റ്റിൽ പറഞ്ഞ പോലെ സി കൂടെ പോകുന്ന എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. നമ്മൾ വരയ്ക്കുകയാണ്, നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് നമ്മുടെ ആംഗിൾ എന്താ? എ ബി പി, അതായത് എ ബി പി 90 ഡിഗ്രി അല്ലേ? ബി എ പി 90 ഡിഗ്രി. ബി എ പി എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ബി എ പി, ഇത് നമ്മൾ മുകളിൽ വരച്ചു. ഇത് 90 ഡിഗ്രി വെക്കണം. അതായത് ബി എ പി 90 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആംഗിളിലാണ് 90 ഡിഗ്രി വരുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. എ ബി സി ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ബി ആണ് 70 ഡിഗ്രി വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ആംഗിൾ എയിലാണ് 90 ഡിഗ്രി വരേണ്ടത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെ? അപ്പൊ എ എന്ന് പറഞ്ഞ ആംഗിൾ, ഈ പോയിന്റ് നമ്മളൊരു 90 ഡിഗ്രി ആംഗിൾ വരച്ചു. 90 ഡിഗ്രി നമ്മൾ വരച്ചു. അത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി. ഇനി തേർഡ് സൈഡ് നമ്മൾ എന്ത് പേര് കൊടുത്തു? പി എന്ന് പേര് കൊടുത്തു. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പിയും ബിയും ആയിട്ട് ജോയിൻ ചെയ്തു. എ ബി പി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആയി. വിത്ത് നമുക്ക് തന്നിട്ടുള്ള ബി എ പി സിക്കൽ ടു 90 ഡിഗ്രി, ബി എ പി സിക്കൽ ടു 90 ഡിഗ്രി കിട്ടിയല്ലേ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് ബി സി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. വിത്ത് എന്ത് ചെയ്യണം? ബി സി ക്യൂ സിക്കൽ ടു 60 ഡിഗ്രി, അതായത് ബി സി ക്യൂ സിക്കൽ ടു 60 ഡിഗ്രി. അതിന്റെ പേര് എവിടെ വേണമെന്ന് കൊടുക്കാൻ സീനില്ല. ഓക്കെ, അപ്പൊ നോക്കാം സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ബി സി ക്യൂ കൺസിഡർ ചെയ്യണം വിത്ത് ബി സി ക്യൂ സിക്കൽ ടു 60 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അത് നോക്കിയേ, അതായത് ബേസ് 7 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഈ ലൈനിലേക്ക്, അതായത് നമ്മുടെ ബേസിനോട് പാരലൽ ആയിട്ടുള്ള മുകളിലുള്ള ലൈനിലേക്ക് 5 സെന്റിമീറ്റർ എടുത്താൽ ആ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? വേണം നമുക്ക് ഇതാ ബി സി ക്യൂ, ബി സി ക്യൂ, ബി സി ക്യൂ സിക്കൽ ടു 60 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ മായിച്ചിട്ട് ഈ 5 സെന്റിമീറ്റർ നമ്മളിതാ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോഴും നമുക്ക് ആ 60 ഡിഗ്രി ആയിട്ട് വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തു. നമുക്ക് ഇവിടെ തന്നത് 60 ഡിഗ്രി തന്നു. നമ്മൾ നെയിം ഒന്ന് മാറ്റി കൊടുത്തു, ബി സി ക്യൂ സിക്കൽ ടു 60 ഡിഗ്രി നമ്മൾ ചെയ്തു. അപ്പൊ നമ്മളെ സെക്കൻഡ് ട്രയാങ്കിൾ ബി സി ക്യൂ ആയി, ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി പി ആയി. ഓക്കെ, ഈ തേർഡ് ട്രയാങ്കിൾ സി എ ആർ, അത് എന്താ വേണ്ടേ? എ സി ആർ സിക്കൽ ടു 30 ഡിഗ്രി അല്ലെ? എ സി ആർ 30 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? എ സി ആർ 30 ഡിഗ്രി വരണം അല്ലെ? നമ്മൾ നെയിം ഒന്ന് മാറ്റി കൊടുത്തു. എ സി കൊടുത്തു, സി ആർ ആറോടെ നിൽക്കട്ടെ. എ സി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ? ഇനി നമുക്ക് എ സി ആർ സിക്കൽ ടു 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ സി എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 30 ഡിഗ്രി വരുന്നത് അല്ലെ? അപ്പൊ സി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇത് ഇങ്ങനെ വരച്ചു. ഇത് 30 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? ആർ എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റ് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മൾ എ സി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വിത്ത് എ സി ആർ സിക്കൽ ടു ആംഗിൾ എ സി ആർ സിക്കൽ ടു 30 ഡിഗ്രി വന്നില്ലേ? അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ തന്നിട്ടുള്ള ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടിസിൽ നിന്നും ബേസിനോട് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫസ്റ്റ് എന്ത് ചെയ്തു?
90 ഡിഗ്രി വെക്കാൻ വേണ്ടിയിട്ട് എയിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചു, ഈ പോയിന്റിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ആയി വിത്ത് ബി എ പി സിക്കൽ 90 ഡിഗ്രി. ഇനി സെക്കൻഡ് ആംഗിൾ ബി സി ക്യു സിക്കൽ 60 ഡിഗ്രി. അത് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു 60 ഡിഗ്രി. നമ്മൾ നെയിം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ മതി, 60 ഡിഗ്രി കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എ സി ആർ സി 30 ഡിഗ്രി. നമ്മൾ എ സി സിയിൽ നിന്ന് നമ്മൾ പ്രൊട്രാക്ടർ ഒരു 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചു. ഈ ലൈനിൽ ജോയിൻ ചെയ്യുന്ന അവിടെ നമ്മൾ ആർ എന്ന് കൊടുത്തു, ആറിന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പൊ നമ്മൾ ഈ വരച്ച 3 ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ആദ്യം തന്നിട്ടുള്ള എ ബി സി എന്ന് പറഞ്ഞ ഏരിയ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള 3 ഫോളോവിങ് മെഷേഴ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ with one vertex at the center of the circle and the other two on the circle. Draw another triangle of the same area with all 3 vertices on the circle. അതായത് നോക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൽ 2 വെർട്ടെക്സ് ഓൺ സർക്കിളിലായിരിക്കണം. അപ്പൊ എങ്ങനെ വരും? നമ്മൾ സർക്കിൾ വരച്ചു, സെന്റർ മാർക്ക് ചെയ്തു, ഒറിജിൻ. ഇനി ഇതിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 വെർട്ടെക്സ് സർക്കിളിലായിരിക്കണം, ഓൺ സർക്കിളായിരിക്കണം. വരച്ചു, എ ബി മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ വെർട്ടെക്സ് സെന്ററിലായിരിക്കണം. അപ്പൊ എങ്ങനെ വരും? ഇവിടെ നിന്ന് ഇങ്ങനെ വരും അല്ലെ? സി മാർക്ക് ചെയ്തു. നമ്മൾ ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രയാങ്കിൾ നമ്മൾ വരച്ചു, നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ വരച്ച് 2 വെർട്ടെക്സ് ഓൺ സർക്കിളും മൂന്നാമത്തെ വെർട്ടെക്സ് സെന്ററിലും ആയിരിക്കണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാല് ഇതേ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ? വിത്ത് 3 വെർട്ടെക്സ് ഓൺ ദി സർക്കിൾ. അതായത് ഇതിപ്പോ 2 വെർട്ടെക്സ് ഓൺ സർക്കിളും ഒരെണ്ണം സെന്ററിലും ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സെയിം ഏരിയ ആയിരിക്കണം, 3 വെർട്ടെക്സും ഓൺ സർക്കിളിലും ആയിരിക്കണം. അപ്പൊ എങ്ങനെ ചെയ്യാം? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ലേബൽ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം? നമ്മൾ ചെയ്ത പോലെ മൂന്നാമത്തെ വെർട്ടെക്സിന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അതിൽ കൂടെ എങ്ങനെ വരയ്ക്കണം? എ ബിക്ക് പാരലൽ ആയിട്ട് വരയ്ക്കണം. നമ്മൾ വരച്ചു, അങ്ങനെ വരച്ചു. നമ്മൾ എ ബിക്ക് പാരലൽ ആയിട്ട് സി കൂടെ അല്ലെങ്കിൽ ഒറിജിനിൽ കൂടെ വരച്ചു. ഇത് വ്യാസമാണ്, അതായത് ഡയമീറ്റർ ആണ് അല്ലെ? ഇനി ഏരിയ ഈക്വൽ എന്ന് പറഞ്ഞാൽ ബേസ് മാറാൻ പാടില്ല, അതുപോലെ തന്നെ ഈ 2 പാരലൈൻസിന്റെ ഇടയിലായിരിക്കണം അല്ലെ? അപ്പോ ഓൺ സർക്കിൾ വേറെ കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 3 വെർട്ടെക്സും ഓൺ സർക്കിളിലായിരിക്കണം. അപ്പൊ 2 വെർട്ടെക്സ് ഓൺ സർക്കിളിലാണ്. നമ്മൾ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ചാൽ, അതായത് ഇവിടെ എങ്ങനെ വരച്ചാല് ഇത് ഓൺ സർക്കിൾ ആവോ? ഇല്ലല്ലോ, ആവൂല. ഇവിടെ വരച്ചാൽ ഓൺ സർക്കിൾ ആവില്ല. ഓൺ സർക്കിൾ ആണോ ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പോഴല്ലേ ഓൺ സർക്കിൾ ആവുള്ളൂ. അപ്പൊ എങ്ങനെ വരയ്ക്കാം? ഒന്ന് ഇങ്ങനെ വരച്ചു, ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ജോയിൻ ചെയ്തു. ഡി ഇ. ഒന്നെങ്കിൽ ട്രയാങ്കിൾ എ ബി ഡി, അതായത് എ ബി ഡി ഈ ട്രയാങ്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ട്രയാങ്കിൾ എ ഇ ബി, അതായത് എ ഇ ബി. ഈ 2 തരത്തിൽ വരച്ചാലും നമുക്ക് പറഞ്ഞ പോലെ 3 വെർട്ടിസസും ഓൺ സർക്കിളിലാണ് അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി, 2 വരയ്ക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ക്വസ്റ്റ്യൻ മുന്നിൽ പറയാം. ഒരു സർക്കിൾ വരയ്ക്കുക, അതിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? 2 വെർട്ടിസസ് ഓൺ സർക്കിളിലും മൂന്നാമത്തെ വെർട്ടിസ് സെന്ററിലും ആയിട്ട് വരയ്ക്കണം. നമ്മൾ ആദ്യം വരച്ചു എ ബി സി. പിന്നെ ഇതേ ഏരിയയുള്ള വേറെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ? 3 വെർട്ടിസസും ഓൺ സർക്കിൾ ആയിട്ട്. അപ്പൊ അതാണ് നമ്മൾ വരച്ചത്. അപ്പൊ അതിന് വേണ്ടി നമ്മളെ കൺസെപ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എക്സ്ട്രാ നമ്മൾ പുറത്തൊന്നും ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു വെച്ച ഫസ്റ്റ് കൺസെപ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത 3 പ്രോബ്ലംസ് ചെയ്തത് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? സി കൂടെ നമ്മൾ എ ബിക്ക് പാരലൽ ഒരു ലൈൻ വരച്ചു, സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഓൺ സർക്കിളിലാണ് നമുക്ക് മൂന്നാമത്തെ വെർട്ടിസസും വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴൊന്നും ഓൺ സർക്കിളിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, എവിടെ വരച്ചാലും മതി. ഒന്നെങ്കിൽ എ ഡി ബി അല്ലെങ്കിൽ എ ഇ ബി, ഇതിൽ ഏത് ട്രയാങ്കിൾ ആയാലും ആൻസർ ശരിയാണ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻ.
ഓക്കെ അല്ലേ? നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കുക, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ഹൗ മെനി ഡിഫറെന്റ് നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ക്യാൻ യു ഡ്രോൺ വിത്ത് 2 sides 8 and 6 centimeter and area 12 centimeters? What if the area is to be 24 square centimeter? അപ്പൊ നോക്കുക, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏരിയ 12 സെന്റിമീറ്ററും അതുപോലെ തന്നെ 2 sides, 2 sides തന്നിട്ടുണ്ട്, 8ഉം 6ഉം 2 sides ആയിട്ടുള്ള ഏരിയ 12 സെന്റിമീറ്റർ വരുന്ന എത്ര നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാന്നാണ്. കോൺഗ്രുവന്റ് നമുക്കറിയില്ലേ, സർവസമം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഒരുപോലെയുള്ള, അങ്ങനെ ഒരുപോലെ ഇല്ലാത്ത, ഒരുപോലെ അല്ലാത്ത ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അങ്ങനെ എത്ര ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം, ആ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൊ നമുക്ക് 2 മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. എങ്ങനെ? 6ഉം 8ഉം തന്നിട്ടുണ്ട്. അപ്പൊ 8 ആണ് കൂടുതൽ, അത് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കും അല്ലേ? ഇനി നമുക്ക് വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് ഏരിയ 12 സെന്റിമീറ്റർ വരണം. അപ്പോൾ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ വരണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഏരിയ 12 വരണമെങ്കിൽ നമുക്ക് ബി എച്ച് എന്തായിട്ട് എടുക്കണം? ബി എച്ച് എത്രയായിട്ട് എടുക്കണം? ബി ഇൻറ്റു എച്ച്. ഈ ഏരിയയുടെ ഡബിൾ എടുക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ഏരിയ ഹാഫ് ബി എച്ച് ചെയ്യുമ്പോൾ 12 ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ബി എച്ച് നമുക്ക് 24 എടുക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ഏരിയ 12 കിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഏരിയ നമ്മൾ 24 എടുത്തു. അപ്പൊ 24 ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എച്ച് is equal to 24 അല്ലേ? അപ്പോ ഇതിൽ ബി നമുക്കറിയാം, ബി എത്ര? 8 ആണ്. അപ്പോ 8 into 3 is equal to 24 അല്ലേ? അത് നമുക്കറിയാം. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. അപ്പോ ഹൈറ്റ് 3 ആവണം നമ്മൾ ഈ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ. വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് എന്താണ്? ഒരു സൈഡ് 6 ആവണം. അപ്പൊ എങ്ങനെയാ അത് വരയ്ക്കാൻ പറ്റുക നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 3 ഹൈറ്റ് ആണ്, അത് മസ്റ്റ് ആണ്, എന്നാലും നമുക്ക് ഏരിയ 12 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 3 മാർക്ക് ചെയ്തു, മുകളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അവിടെ നിന്ന് നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. വരച്ചു. ഇപ്പൊ നോക്കിയേ, ഇത് മനസ്സിലായി. ഇപ്പൊ ഈ 2 ലൈനും പാരലൽ ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3 സെന്റിമീറ്റർ. അതായത് നമ്മുടെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് 6 സൈഡ് വെച്ച് വരച്ചാൽ മതി, പോരെ? നമ്മൾ ട്രയാങ്കിൾ ആയില്ലേ? അപ്പൊ ഹൈറ്റ് 3 ആവും, ബേസ് 8 ആയി. അപ്പൊ നമുക്ക് 24 കിട്ടി. ഹാഫ് ബി എച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 സെന്റിമീറ്റർ ഏരിയ കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സൈഡ് മതി 6, ഒന്നെങ്കിൽ എ നിർക്കാം അല്ലെങ്കിൽ ബി എന്ന് എടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് എ നിർത്തു. ഇതെങ്ങനെ വരയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മളെ കോമ്പസിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു അല്ലേ? ഈ സർക്കിൾ ഒരു ആർക്ക് നമുക്ക് കിട്ടി, സർക്കിൾ ഒരു ആർക്ക് കിട്ടി. അപ്പോ ഈ എയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താലും ഈ ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? നമുക്ക് ഒന്നെങ്കിൽ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇത് ട്രയാങ്കിൾ ആയി. നമ്മളെ ഇവിടെ സി വരും, എ ബി സി. എ ബി സി ഒരു ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിൽ എങ്ങനെ വരാം? ഇവർന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം, എ ബി ഡി അല്ലേ? ഈ 2 ട്രയാങ്കിളിലെയും ഏരിയ ഈക്വൽ ആണ്. കാരണം എന്താ? പാരലൈൻസിന്റെ ഇടയിലാണ് ഏരിയ, അല്ല ബേസ് സെയിം ആണ് അല്ലേ? ഇനി നോക്കിയാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള അതേ ട്രയാങ്കിൾ അല്ലേ? കാരണം ഒരു സൈഡ് 8ഉം ഒരു സൈഡ് 6ഉം അല്ലേ? ഇവിടെ ഈ ട്രയാങ്കിൾ എടുത്താലോ, എ ബി സി എടുത്താൽ 8ഉം 6ഉം ഉണ്ട്, 12 സെന്റിമീറ്റർ ഏരിയ ആണ്. ഇനി എ ബി ഡി എടുത്താലോ 8ഉം ഉണ്ട് 6ഉം ഉണ്ട്, 12 സെന്റിമീറ്റർ ഏരിയ ആണ്. കാരണം ഇത് ഹൈറ്റ് നമുക്ക് 3 അല്ലേ? നമ്മൾ അങ്ങനെയുള്ള എടുത്തേ 12 സെന്റിമീറ്റർ ഏരിയ ആണ്. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾസ് വരയ്ക്കാം. അപ്പൊ നമ്മൾ ചോദിച്ചത് തന്നെയാണ് എത്ര ട്രയാങ്കിൾസ്, എത്ര നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് വരയ്ക്കാന്ന് പറഞ്ഞത്. നമുക്ക് എ എന്നാണ് വരച്ചത്, നമുക്കിത് ബി എന്നും വരയ്ക്കാം. ബി എന്നും വരച്ചാൽ ഇതുപോലത്തെ ഒരു ഫിഗർ നമുക്ക് കിട്ടാം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബി എന്ന് വരയ്ക്കുന്നതും എ എന്ന് വരയ്ക്കുന്നതും നമ്മൾ കോൺഗ്രുവന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള നോൺ കോൺഗ്രുവന്റ്, അതായത് കോൺഗ്രുവന്റ് അല്ലാത്ത എത്ര ട്രയാങ്കിൾ വരയ്ക്കണം നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് 2 ട്രയാങ്കിൾ വരച്ചൂടെ? കോൺഗ്രുവന്റ് അല്ലാത്ത 2 ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാം. വരച്ചൂടെ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര ട്രയാങ്കിൾ വരയ്ക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 ട്രയാങ്കിൾ വരയ്ക്കാം.
അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിൾസ് ആണ് അല്ലെ, രണ്ടും ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ ബേസ് രണ്ടിന്റെ 4 ആണ്, ഒരു സൈഡ് 3 ആണ്, പക്ഷെ ആംഗിൾസിന് വ്യത്യാസമുണ്ട് അല്ലെ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഈക്വൽ ആണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് ഇത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ട്രയാങ്കിൾസിന്. ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ എ ബി സി എന്ന് കൊടുത്തു. സെക്കൻഡ് ട്രയാങ്കിളിന് എന്താ കൊടുത്തു, ഡി ഇ എഫ് എന്ന് പേരും. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി ഇ എഫ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം നോക്കി. ഈ രണ്ട് ട്രയാങ്കിൾസും നമ്മളൊരു പ്രത്യേകത ഉണ്ട്, രണ്ടിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ് അല്ലെ. ബേസ് 4 സെന്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ വൺ സൈഡ് 3 സെന്റിമീറ്റർ ആണ് അല്ലെ. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യം, ഗിവൺ ആയിട്ടുള്ള കാര്യം. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ആംഗിളിന് മാത്രമേ വ്യത്യാസമുള്ളൂ, 130 ആൻഡ് 50 ഡിഗ്രി. ഇനി നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കില്ലേ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ തന്നിട്ടുള്ള ട്രയാങ്കിൾ, അതായത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്കൊന്ന് തിരിച്ചു വെച്ച് നോക്കിയാലോ. അതായത് ഇതൊന്ന് തിരിച്ചു വെച്ചു, ഇങ്ങനെ ട്രയാങ്കിൾ തിരിച്ചു വെച്ചു. അപ്പൊ എങ്ങനെ വന്നു, ബി എ സി എന്ന് വന്നു. അപ്പൊ ഈ ആംഗിൾ എവിടെ വരും, 50 എന്നുള്ള ആംഗിൾ നമുക്ക് ഇവിടെ വരും, എയിലാണ് 50 എന്നുള്ള ആംഗിൾ. അപ്പൊ അത് ഇവിടെ വരും 50 ഡിഗ്രി. 3 സെന്റിമീറ്റർ എവിടെ വരും, 3 സെന്റിമീറ്റർ ഇവിടെ വരും അല്ലേ. നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ തിരിച്ചു വെച്ചു. അപ്പോ ഇവിടെ എ ആയിരുന്നു, ആ എ ഇവിടെയായി, ബി ഇങ്ങോട്ടും വന്നു. ഇവിടെ ഉള്ള 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഉള്ള 50 ഡിഗ്രി ആംഗിൾ ഇങ്ങോട്ട് വന്നു, തിരിച്ചു വെച്ചതാണ്. ഇനി ഇത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക, 130 ഡിഗ്രി ആംഗിൾ പ്ലസ് 50 ഡിഗ്രി ആംഗിൾ. 130 പ്ലസ് 50 is equal to 180 ഡിഗ്രി. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടില്ലേ. ഓക്കെ 130 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി രണ്ടും കൂടി ചേർത്ത് വെച്ചുള്ള കാര്യം പറയുന്നത്. എന്ത് കിട്ടി നമുക്ക്, എങ്ങനെ വരും ആ ഫിഗർ ഒന്ന് നോക്കി, ഇങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലെ. 130 ഡിഗ്രി 50 ഡിഗ്രി നമ്മളെ വരച്ചാൽ എങ്ങനെയാ, ബി എ അല്ലെങ്കിൽ ഡി പോട്ടെ, ഇ എഫ് അല്ലെങ്കിൽ സി ചേർത്ത് വെച്ചാൽ ഇങ്ങനെ ഫിഗർ കിട്ടുക. അതായത് 180 ഡിഗ്രി ആംഗിൾ കിട്ടി. ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെന്റിമീറ്റർ ആണ് അല്ലേ. അതായത് ഇത് 3 സെന്റിമീറ്റർ ആണ്. ബേസ് നോക്കിയേ, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇതും 4 സെന്റിമീറ്റർ ആണ് അല്ലേ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റും, അതായത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഈക്വൽ ആയിരിക്കില്ലേ. കാരണം ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് ഒറ്റ ട്രയാങ്കിൾ കിട്ടി, അതിന്റെ ഹൈറ്റ് തന്നെ ആയിരിക്കില്ലേ, ഈ ഹൈറ്റ് തന്നെ ആയിരിക്കില്ലേ നമ്മളെ ബി എ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റും, അതുപോലെ തന്നെ ഡി ഇ എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈറ്റും. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റും ഈക്വൽ ആയിരിക്കില്ലേ, ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് കിട്ടി, ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ, ഹൈറ്റ് ഈക്വൽ ആണെന്ന് കിട്ടി. ഹൈറ്റ് ഈക്വൽ നമുക്ക് അറിയില്ല എത്രയോ ആണ്, പക്ഷെ അത് ഈക്വൽ ആണെന്ന് കിട്ടി, രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ബേസ് നോക്കിയേ, ഇതിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ വരിക, ഹൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ് എന്ന് കൊടുത്തു, നമുക്കറിയാത്തോണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു ഹൈറ്റ്. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ അതിനെ കണ്ടുപിടിക്കാം, ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. അതായത് ഹാഫ് ഇൻറ്റു ബി നമുക്കറിയാം 4 സെന്റിമീറ്റർ ആണ്, ഇൻറ്റു എച്ച് നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. അപ്പൊ കട്ട് ചെയ്ത് പോയാൽ എന്ത് കിട്ടും, 2x. 2x കിട്ടും. x നമ്മൾ വാല്യൂ എടുത്താൽ നമുക്ക് ഏരിയ കിട്ടും. തൽക്കാലം 2x കിട്ടി. ഇനി ഇതിന്റെ ഏരിയ എങ്ങനെ വരും, ഹാഫ് ബി എച്ച് അല്ലെ, ബി ഇൻറ്റു എച്ച്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ
4 സെന്റിമീറ്റർ ഇൻറ്റു എച്ച് എന്താ, എച്ച് ആണ്. കാരണം എച്ച് നമ്മൾ എച്ചിനാണ് എടുത്തിട്ടുള്ളത്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റും ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഈക്വൽ ആണ്. നമ്മൾ ഇതാ ഇവിടുന്ന് കിട്ടി, കൂട്ടി വെച്ചപ്പോ കിട്ടി. രണ്ട് ട്രയാങ്കിളും കൂടി കൂട്ടി വെച്ചപ്പോ നമുക്ക് കിട്ടി രണ്ടിന്റെ ഹൈറ്റ് ഈക്വൽ ആണെന്ന് അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്ത് വരും, 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി, നമുക്ക് 2h എന്ന് വന്നു. അതായത് രണ്ടിന്റെയും ഏരിയ നമുക്ക് ഈക്വൽ ആയിട്ടല്ലേ വന്നേ. രണ്ടിന്റെയും 2h ആണ് വന്നത്. h നമ്മൾ വാല്യൂ h ഇപ്പൊ 2 കൊടുത്താൽ 2 × 2 4 വന്നു. രണ്ടിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ വന്നു. h ന് 3 കൊടുത്താൽ 6 സെന്റിമീറ്റർ സ്ക്വയർ വന്നു. അത് എത്രയാവും h നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ h എന്ന് കൊടുത്തത് ഹൈറ്റ്. അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. അതായത് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ് അല്ലെ. രണ്ട് ഡിഫറെന്റ് ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്, ബേസ് സെയിം ആണ്, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ചേർത്ത് വെച്ചിട്ട് ഹൈറ്റ് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ. നമ്മുടെ ക്വസ്റ്റൻ എന്താ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ. പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to triangle of area of triangle DEF എന്നല്ലേ നമുക്ക് കിട്ടിയില്ലേ, ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ. അത്രയുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തേ, നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ലോജിക് കൂടി യൂസ് ചെയ്തു. ആ ലോജിക്കിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ള ട്രയാങ്കിൾ ഒന്ന് തിരിച്ചു വെച്ചത് അല്ലെ. അപ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു, എന്നിട്ട് കൂട്ടി വെച്ചു. അപ്പൊ നമുക്ക് ഹൈറ്റ് ഈക്വൽ ആണെന്ന് കിട്ടി, അതുകൊണ്ട് തന്നെ ഏരിയകളും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇത്രയുള്ള നമ്മളെ ലാസ്റ്റ് പ്രോബ്ലം. നമ്മൾ ഈ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും പറഞ്ഞു. ഇനി അടുത്ത കൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.